സോ വെൽക്കം ബാക്ക്. അപ്പോൾ പോക്കോയുടെ F6 എന്ന അവരുടെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു ഫോൺ കൂടി പോക്കോ അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ആ ഒരു F സീരീസിലെ ഫോൺസ് ഇറങ്ങുന്നത്. അപ്പം ആ ഒരു ബെസ്റ്റ് ഫോൺ അല്ലെങ്കിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ, അതും പോക്കോയുടെ ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കണ്ട സമയത്ത് അത്യാവശ്യം ബെസ്റ്റ് പെർഫോമൻസ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഫോണായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഓവറോൾ ആയിട്ടുള്ള ഈ ഒരു ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസും വേരിയൻറ്റും പാർട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് 8GB 256GB വേരിയൻ്റ് ആണ് ബേസ് മോഡൽ. സോ ബേസ് മോഡൽ തന്നെ നമുക്ക് 256GB വരുന്നുണ്ട്, 128 ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് എന്ന് പറയുന്നത് 29,999 ആണ്. ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 26,999 കിട്ടുന്നതായിരിക്കും. പിന്നീട് മിഡിൽ വേരിയൻ്റ് എന്ന് പറയുന്നത് 12GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസ് 31,999 ഓഫർ പ്രൈസ് 27,999 കിട്ടുന്നതായിരിക്കും. ഹയർ വേരിയൻറ്റ് 12GB 512GB ആണ്. ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് എന്ന് പറയുന്നത് 33,999 അതുപോലെ തന്നെ ഓഫർ പ്രൈസ് 29,999 കിട്ടുന്നതായിരിക്കും. ഓഫർ എന്ന് പറഞ്ഞാൽ ICICIയുടെ ബാങ്ക് ഓഫർ 2,000 രൂപ വരുന്നുണ്ട്. കൂടാതെ തന്നെ 2,000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫറും ഫോൺ വരുന്നത്. അങ്ങനെ 4,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഫോണിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോർമൽ പ്രൈസ് 13, അതായത് 30,000 രൂപയുടെ ഫോണാണ്. ഓഫർ പ്രൈസ് നമുക്ക് 26,000 രൂപ കിട്ടുന്നുണ്ട്. ഇനി ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ബിൽഡ് ആൻഡ് ഡിസൈൻ. പ്ലാസ്റ്റിക്കിൻ്റെയാണ് ബിൽഡ് കൊടുത്തിട്ടുള്ളത്, ബട്ട് കാണാൻ നല്ല ഒരു പ്രീമിയം ലുക്ക് ഉള്ളൊരു ഫോൺ തന്നെയാണ്. 2 കളർ വേരിയൻ്റ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലാക്കും പിന്നെ ടൈറ്റാനിയം വരുന്നുണ്ട്. ടൈറ്റാനിയം ഒക്കെ തന്നെ നല്ല പ്രീമിയം ലുക്ക് ഫോൺ തരുന്നുണ്ട്. ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്ലാഷും പോക്കോ എന്ന ബ്രാൻഡിങ്ങും മേലെ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കാണാൻ അത്യാവശ്യം നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. പിന്നീട് തിക്നെസ് പറയുകയാണെങ്കിൽ 7.8 mm തിക്നെസ്സും 179 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. കാണാൻ നല്ല രീതിയിലുള്ള ഡിസൈനും നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഡിസൈനിൽ ഫോൺ ഉഗ്രം തന്നെയാണ്. ബിൽഡ് പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു ലെതർ ഫിനിഷൊക്കെ കൊടുക്കായിരുന്നു, ബട്ട് പ്ലാസ്റ്റിക് ആണ്. ഇറ്റ്സ് ഓക്കെ, നമ്മൾ എന്തായാലും കവറൊക്കെ ഇട്ടിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഇനഫ്. ദെൻ ഡിസ്പ്ലേ 6.67 ഇഞ്ചിൻ്റെ ഒരു AMOLED 120 ഹെർട്സിൻ്റെ 1.5K റെസൊല്യൂഷനുള്ള ഒരു 12-bit ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 2400 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. HDR10+ഉം ഡോൾബി വിഷനും ഒക്കെ തന്നെ വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ അല്ല, നോർമൽ ആയിട്ടുള്ള ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു പോരായ്മയായിട്ട് തോന്നി ഈ ഒരു പ്രൈസ് റേഞ്ച്. കാരണം 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഒട്ടുമിക്ക എല്ലാ ഫോണിലും ഇപ്പം കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലാറ്റ് തന്നെയാണ്. അതൊരു കാണാൻ ഒരു കർവ്ഡാണ് കുറച്ചും കൂടി രസം ഉണ്ടാവുക കാണാൻ. പക്ഷേ ഇത് ഫ്ലാറ്റാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയിൽ പിന്നെ ഗൊറില്ല ഗ്ലാസ് ഫിക്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും ഫ്രണ്ട് ഗ്ലാസ്സിന് കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് ഇറ്റ്സ് ഗുഡ് ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നുണ്ട്. ദെൻ ക്യാമറ 15 MBയുടെ സോണി IMX882 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 8 MBയുടെ അൾട്രാ വൈഡ് ക്യാമറയും അതും സോണിയുടെ IMX355 എന്ന സെൻസറും കൊടുത്തിട്ടുണ്ട്. 20 മെഗാപിക്സൽ സെൽഫി ക്യാമറ സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റിയർ ക്യാമറയിൽ നമുക്ക് 4K 16 FPS ഉള്ള വീഡിയോസും ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫുൾ HD അറ്റ് 16 FPS ഉള്ള വീഡിയോസും നമുക്ക് ഫ്രണ്ടിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ക്യാമറ ഒക്കെ തന്നെ ഒരു നോർമൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ക്യാമറ ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു നോർമൽ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് മാത്രമേ ഈ ഒരു ഫോണിൽ വരുന്നുള്ളൂ. ദെൻ പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പെർഫോമൻസ് പ്രോസസ്സർ പറയുകയാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 എന്ന പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ടു ബെഞ്ച്മാർക്ക് സ്കോർ പറയുകയാണെങ്കിൽ 15 lakhൻ്റെ എബോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഉഗ്രം തന്നെയാണ്. ബാക്കിയുള്ള ഗെയിമിംഗ് കളിക്കാനാണെങ്കിലും ബാക്കിയുള്ള എല്ലാ യൂസിനും പെർഫോമൻസ് വൈസ് ഫോൺ ബെറ്റർ ആണ്. ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് വരുന്നത്. ഷവോമിയുടെ HyperOS ആണ് UI ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം ബ്ലോട്ട് വെയേഴ്സും ആഡ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള UI ആണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ബഗ്ഗും കാര്യങ്ങളൊന്നും തന്നെ UIയുടെ ഭാഗത്ത് വരുന്നില്ല. പക്ഷേ ബ്ലോട്ട് വെയേഴ്സ് ഒക്കെ തന്നെ ഒരുപാടുണ്ട്. ആഡ്സും ഉണ്ടാവും. ആഡ്സൊക്കെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ തന്നെയുണ്ട്.
എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നീട് പെർഫോമൻസിൽ നമുക്ക് പ്രോസറിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. നല്ല ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നീട് 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പോക്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ല ഷവോമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ബാറ്ററി ആൻഡ് ഫാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. ബോക്സിനകത്ത് നമുക്ക് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോൺ 90 വാട്ട് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 26,000 രൂപയാണ് ഓഫർ പ്രൈസ്. ലോഞ്ച് പ്രൈസ് എന്ന് പറയുന്നത് 30,000 രൂപയാണ്. ആ ഒരു പ്രൈസ് പോയിന്റിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട്, പിന്നീട് നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ്ങും നല്ല ക്യാമറ ഒക്കെ തന്നെ വരുന്ന ഒരു വാല്യൂ ഫോർ മണി. ബട്ട് പോക്കോയുടെ ഫോണാണ് അത് നോക്കേണ്ട കാര്യമാണ്. അത്യാവശ്യം ആഡ്സും ബ്ലോട്ട് വെയേഴ്സൊക്കെ ഉള്ള UI ആണ്. ബട്ട് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെയും ഒരുപാട് ഫോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം പോക്കോയിലേക്ക് പോവുക. ബട്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ പോക്കോ ഫോണിൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അതും പോക്കോയുടെ F സീരീസിലുള്ള ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ പോക്കോ വന്ന ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ അവരുടെ F സീരീസ് ഫോൺസ് ആയിരുന്നു. കാരണം ആ സമയത്ത് ആ ഒരു ഫോണിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പോക്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിലും ഇപ്പം ഈ ഒരു റേഞ്ചിൽ ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു മോഡൽ ഫോൺ തന്നെയാണ് പോക്കോയുടെ F6 എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റവും പോക്കോ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ പോക്കോ F6 എന്തായാലും നിങ്ങൾക്ക് നോക്കാൻ പറ്റിയൊരു ബെസ്റ്റായുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.